2023 ഒക്ടോബർ 7 തെക്കൻ ഇസ്രയേലിൽ കടന്നുകയറി ഹമാസ് അപ്രതീക്ഷിത ആക്രമണം നടത്തുന്നു. ഈ യുദ്ധത്തിൻ്റെ തുടക്കം അവിടെ നിന്നാണ്. പിന്നീട് ഇങ്ങോട്ട് ഇസ്രയേലിൻ്റെ പ്രതികാരത്തിൽ ഇല്ലാതാകുന്ന കുരുന്നുകൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരുടെ ജീവിതങ്ങളാണ് ലോകം കാണുന്നത്. അടിക്ക് തിരിച്ചടി എന്ന പോലെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ ഹമാസിൻ്റെയും ഇസ്രയേലിൻ്റെയും പ്രതികാരത്തിലും രക്തക്കൊതിയിലും ഒരു പ്രദേശത്തെ മുഴുവൻ ജനങ്ങൾ യാതന അനുഭവിക്കാൻ തുടങ്ങിയിട്ട് 100 ദിനങ്ങൾ പിന്നിടുകയാണ്. അതെ, ആ ചോരക്കൊതിയുടെ യുദ്ധം തുടങ്ങിയിട്ട് 100 ദിവസങ്ങൾ പിന്നിടുന്നു. ഏത് നിമിഷവും മരിച്ചു വീഴുമെന്ന നിസ്സഹായതയിൽ ഗാസയിലെ ജനങ്ങൾ പകച്ചു നിൽക്കുമ്പോഴും ഇസ്രയേൽ ആക്രമണം തുടരുകയാണ്. ഓപ്പറേഷൻ അയൺ സ്വാഡ് എന്ന പേരിലാണ് ഇസ്രയേൽ പ്രത്യാക്രമണം തുടരുന്നത്. 1948 ഇസ്രയേൽ സ്ഥാപിച്ചതിനു ശേഷം പാലസ്തീനു നേരെയുള്ള ഏറ്റവും ദൈർഘ്യമേറിയതും മാരകവുമായ യുദ്ധമാണിത്. 21ാം നൂറ്റാണ്ടിൽ പ്രതിദിനം ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട യുദ്ധം കൂടിയായി മാറി ഇസ്രയേൽ ഹമാസ് യുദ്ധം. യുദ്ധാവസാനം ഒരു രാജ്യം ജയിക്കുമായിരിക്കും. എന്നാൽ തോറ്റുപോയത് സാധാരണക്കാരായ ജനങ്ങൾ മാത്രമാണ്. അവർക്ക് മാത്രമാണ് എല്ലാം നഷ്ടമായത്. സ്വന്തം കുടുംബത്തെ, നാടിനെ, വീടിനെ, രക്തബന്ധങ്ങളെ എല്ലാം നഷ്ടമായി ലോകത്തിന് മുന്നിൽ ഒരു ജനത നീതിക്കായി കാത്തിരിക്കുകയാണ്. 23 ലക്ഷം ജനസംഖ്യയുള്ള ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഇതുവരെ 23,357 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതിൽ 9,600 കുട്ടികൾ, 6,750 സ്ത്രീകൾ, 93 മാധ്യമപ്രവർത്തകർ ഉൾപ്പെടുന്നു. കൂടാതെ 59,410 പേർക്ക് പരിക്കേൽക്കുകയും 8,000 പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. 100 ദിനങ്ങൾ പിന്നിടുമ്പോൾ 17 ലക്ഷം അഭയാർത്ഥികളെയാണ് യുദ്ധം സൃഷ്ടിച്ചത്. ഇസ്രയേലിലാകട്ടെ കൊല്ലപ്പെട്ടത് 1,200 പേർ, പരിക്കേറ്റത് 8,730 പേർക്കും. ഗാസയിൽ വ്യോമാക്രമണത്തിലൂടെയാണ് ഇസ്രയേൽ സംഘർഷം ആരംഭിച്ചതെങ്കിലും പിന്നെ അത് കരയാക്രമണത്തിലേക്ക് വ്യാപിച്ചു. ഹമാസിനെ ഇല്ലാതാക്കലാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഇതിനോടകം തന്നെ ഇസ്രയേൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സംഘർഷത്തിൻ്റെ ആദ്യ നാളുകൾ സുരക്ഷിതമെന്ന് കരുതിയ തെക്കൻ ഗാസയാകട്ടെ ഇപ്പോൾ ഇസ്രയേൽ ആക്രമണങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനമായി മാറി. എല്ലാ ബന്ദികളെയും മോചിപ്പിക്കും വരെയും ഹമാസിനെ ഇല്ലാതാക്കുന്നത് വരെയും യുദ്ധം നീളുമെന്ന് ഇസ്രയേൽ വ്യക്തമാക്കി കഴിഞ്ഞു. അതായത് ഗാസയിലെ ജനങ്ങൾ സമാധാനത്തിലേക്കും സാധാരണ ജീവിതത്തിലേക്കും തിരിച്ചു വരാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. അന്ന് ഗാസ എന്ന പ്രദേശം ഉണ്ടാകുമോ എന്ന് കണ്ടറിയണം. യുദ്ധനാളിനിടെ നവംബർ 24-ന് 4 ദിവസത്തെ വെടിനിർത്തൽ കരാറുകൾ നിലവിൽ വന്നിരുന്നു. കരാർ 2 ദിവസത്തേക്ക് കൂടി ദീർഘിപ്പിച്ച് ഡിസംബർ 1-ന് അവസാനിച്ചു. ഈ ദിവസങ്ങളിലാണ് ഇസ്രയേലും ഹമാസും ബന്ദികളാക്കിയവരെ പരസ്പരം വിട്ടയച്ചത്. ഹമാസ് ബന്ദികളാക്കിയ 102 പേരും ഇസ്രയേൽ ബന്ദികളാക്കിയ 250-ലേറെ പേരെയുമാണ് അന്ന് വിട്ടയച്ചത്. എന്നാൽ ഡിസംബർ 1-ന് ശേഷം ശക്തമായ ആക്രമണമാണ് നടന്നത്. യുദ്ധം കടുത്തതോടെ നിരോധിക്കപ്പെട്ട ഫോസ്ഫറസ് ബോംബുകൾ ഉൾപ്പെടെയുള്ള ബോംബാക്രമണങ്ങൾ ഇസ്രയേൽ ഗാസയിൽ പ്രയോഗിച്ചു. ഗാസയിൽ 35-ൽ 30 ആശുപത്രികളും പ്രവർത്തനക്ഷമമായി. വെള്ളം, ഭക്ഷണം, വൈദ്യുതി, ഇന്ധനം തുടങ്ങിയ മാനുഷിക ആവശ്യങ്ങൾ പോലും ഈ യുദ്ധത്തിൽ ഇസ്രയേൽ ഗാസയ്ക്ക് അനുവദിച്ചിരുന്നില്ല. ഗാസയിൽ നിന്ന് പുറം ലോകത്തേക്ക് 3 വഴികൾ മാത്രമാണുള്ളത്. ഇതിൽ 2 നിയന്ത്രിക്കുന്നത് ഇസ്രയേലും 1 ഈജിപ്ത് നിയന്ത്രിക്കുന്ന റഫാ ക്രോസിംഗുമാണ്. യുദ്ധം ആരംഭിച്ചതോടെ റഫാ ക്രോസിംഗ് ഈജിപ്ത് അടച്ചു. ഇതോടെ ഗാസയിലെ സാധാരണ ജനങ്ങൾക്ക് യുദ്ധത്തെ നേരിടുക എന്നതല്ലാതെ മറ്റു വഴികൾ ഇല്ലാതെയായി. പിന്നീട് ഇസ്രയേലും ഈജിപ്തും അമേരിക്കയും ചേർന്ന് തയ്യാറാക്കിയ കരാർ പ്രകാരമാണ് റഫാ ക്രോസിംഗ് വഴി സഹായങ്ങൾ എത്തിക്കാൻ ട്രക്കുകൾ കടത്തിവിടാൻ അനുമതി നൽകിയത്. എന്നാലും പട്ടിണിയും മറ്റു രോഗങ്ങളും യുദ്ധമെന്ന പോലെ ഗാസയെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. ഗസയിലെ പ്രധാന ആശുപത്രികളായ അൽ അഹ്ലി അറബ് ആശുപത്രി, അൽ ഷിഫ, ഗാസയിലെ ഇന്തോനേഷ്യൻ ആശുപത്രി തുടങ്ങിയ ആശുപത്രികളിൽ സമാനതകളില്ലാത്ത ആക്രമണം നടത്തി ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങളെപ്പോലും ഇസ്രയേൽ നിശ്ചലമാക്കി. യുദ്ധം ഗസയിൽ മാത്രമായി ഒതുങ്ങി നിന്നില്ല, ചെങ്കടലിലേക്കും വ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ. ചെങ്കടലിൽ യമന്റെ പിന്തുണയുള്ള ഹൂതികൾ ഇസ്രയേലിലേക്കുള്ള കപ്പലുകളും ആക്രമിക്കുകയും ചെയ്തു. ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെയുള്ള ഹൂതികളുടെ ആക്രമണത്തിന് പിന്നാലെ കപ്പലുകൾക്ക് സംരക്ഷണമേകാൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ സഖ്യസേന രൂപവൽക്കരിച്ചു. ഇങ്ങനെ ലോകത്തെ വ്യാപാര ശൃംഖലയെ വരെ ബാധിക്കുന്ന തരത്തിലേക്ക് ഇസ്രയേൽ ഹമാസ് യുദ്ധം മാറിക്കഴിഞ്ഞു. ഗസയിലെ ആക്രമണങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര കോടതിയിൽ ദക്ഷിണാഫ്രിക്ക നൽകിയ കേസാണ് ഇപ്പോഴത്തെ ശ്രദ്ധാകേന്ദ്രം. തെളിവുകളെ അടിസ്ഥാനമാക്കി ഗസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യയാണെന്നാണ് ദക്ഷിണാഫ്രിക്ക കോടതിയിൽ വാദിച്ചിരിക്കുന്നത്. എന്നാൽ വംശഹത്യ ആരോപണം തെളിവില്ലാതെയാണെന്നും ഹമാസിന്റെ ആക്രമണത്തിനെതിരെയുള്ള പ്രതിരോധമാണ് തങ്ങൾ നടത്തുന്നതെന്നുമാണ് ഇസ്രയേലിന്റെ വാദം. വംശഹത്യ കേസിൽ ദക്ഷിണാഫ്രിക്കയെ പിന്തുണച്ച് നിരവധി രാജ്യങ്ങൾ രംഗത്തെത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പുതുവർഷത്തെ വർണ്ണപ്പടക്കം ഉപയോഗിച്ച് ലോകം വരവേറ്റപ്പോഴും ഗാസയുടെ മാനത്ത് മിസൈലുകളാണ് ഉയർന്നത്. രക്തച്ചൊരിച്ചിലിന്റെ 100 നാളുകൾ പിന്നിടുമ്പോഴും അവസാനിക്കാത്ത ആക്രമണത്തിൽ യുദ്ധാനന്തരം ഗാസ എന്താകും? ഏറ്റവും വലിയ മനുഷ്യത്വരഹിത സമീപനത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ സമാധാനം കൊതിക്കുന്ന ഒരു ജനത ലോകത്തിന് മുന്നിൽ കേഴുകയാണ്.